ഹായ് ഫ്രണ്ട്സ്, ഞാൻ തസ്ലീമ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വിൻറ്റേജ് ഫ്രെയിം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. സോ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. സോ നമുക്കിതിന് വേണ്ടിയിട്ട് വേണ്ടത് ഫ്രെയിമാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് A5 സൈസുള്ള ഫ്രെയിമോ അല്ലെങ്കിൽ A4 സൈസുള്ള ഫ്രെയിമോ ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് A4 സൈസുള്ള ഫ്രെയിമാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് തന്നെ ഫ്രെയിം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗ്ലാസ്സാണ് ക്ലീൻ ചെയ്യേണ്ടത്. കാരണം ബോർഡറൊക്കെ ക്ലീൻ ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും, ഗ്ലാസ് നീറ്റാക്കാനായിരിക്കും ബുദ്ധിമുട്ട്. അപ്പോൾ ആദ്യം തന്നെ ഗ്ലാസ് ക്ലീൻ ചെയ്യുക. അത് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെറ്റ് ടിഷ്യൂ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വൈപ്പ് യൂസ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് ഗ്ലാസ് നല്ല ക്ലീൻ ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് ഈ ഗ്ലാസ് ഡ്രൈ ആവുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ബോർഡേഴ്സ് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് നമുക്ക് വിൻറ്റേജ് തീമിൽ വരുന്ന ഒരു പേപ്പർ പാക്കാണ് എടുക്കുന്നത്. ആ പേപ്പർ പാക്കിൽ നിന്ന് നമുക്ക് നമ്മുടെ ഫോട്ടോ ഏതാണോ ഫോട്ടോ വെക്കുന്നതെങ്കിൽ ആ ഫോട്ടോക്ക് മാച്ച് ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ഫോട്ടോ എപ്പോഴും നമ്മുടെ ഫോട്ടോനെ എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഒരു ലേസ് ഫിനിഷ് വരുന്ന മീൻസ് ലേസ് ഒക്കെ ചെറുതായിട്ടൊരു ലേസിൻ്റെ ഡിസൈനൊക്കെ വരുന്ന ഒരു പേപ്പറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ബാക്കിലുള്ള ആ ഒരു ബോർഡ് ഉണ്ടല്ലോ, ഫ്രെയിമിൻ്റെ ബാക്കിൽ വരുന്ന ബോർഡ്, അത് തന്നെ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ആ സൈസ് മെഷർമെൻറ്റ് എടുക്കൊന്നും വേണ്ട, ജസ്റ്റ് അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഫൈനലായിട്ട് നമ്മൾ അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനി അതിൽ നമ്മൾ ഫോട്ടോസൊക്കെ ഒന്ന് വെച്ച് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിലേക്കുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇതിന് ലേസ് ഡിസൈൻ ഓൾറെഡി ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡോളി വെച്ച് കൊടുക്കുന്നുണ്ട്. ഡോളി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോട്ടോൻ്റെ സൈഡിലൂടെയൊക്കെ ഈ ഡോളിയുടെ എൻഡൊക്കെ ഇങ്ങനെ വക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ ഈ ഡോളിയാണ്, പേപ്പർ ഡോളിയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നും അതുപോലെ കേക്കിൻ്റെ ഷോപ്പുകളിൽ നിന്നൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്കുള്ള ഫോട്ടോസൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് എല്ലാം ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഫെവിക്കോൾ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോൻ്റെ ക്വാളിറ്റി മീൻസ് അതിൻ്റെ കനം കുറഞ്ഞിട്ടുള്ള ഫോട്ടോ പ്രിൻ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഫോട്ടോസ് ഇങ്ങനെ ചുളിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നതെങ്കിൽ കുറച്ച് കട്ടിയുള്ള പേപ്പറിൽ തന്നെ പ്രിൻ്റ് എടുക്കുക. ഇനിയിപ്പം കനം കുറഞ്ഞിട്ടുള്ള പേപ്പറിലാണ് പ്രിൻറ്റ് കിട്ടിയെങ്കിൽ ഡബിൾ സൈഡ് ആയിട്ടുള്ള ടാപ്സ് യൂസ് ചെയ്തിട്ട് ഒട്ടിക്കുക, ഫെവിക്കോൾ യൂസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതൊന്നും എന്തായാലും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഫോട്ടോ ഇങ്ങനെ ചുളിഞ്ഞ് ഇങ്ങനെ വരും ലാസ്റ്റ് ആകുമ്പോഴേക്കും. ഇനി നമ്മൾ ഡ്രൈഡ് ഫ്ലവേഴ്സാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പ്രസ്ഡ് ആയിട്ട് നമ്മുടെ ബുക്കിൽ വെച്ചിട്ടുണ്ടാക്കിയെടുക്കില്ലേ നമ്മൾ പ്രസ്ഡ് ഫ്ലവേഴ്സ്, അതാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇനി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രസ്ഡ് ഫ്ലവേഴ്സ് എടുക്കും. അതുപോലെ ഫ്രെയിമിൻ്റെ പുറത്തൊക്കെ വെക്കാനുള്ളത് നമ്മൾ നോർമലായിട്ട് ഡ്രൈ ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സാണ് എടുക്കാറുള്ളത്. സോ ഇതുണ്ടാക്കാൻ അറിയാമല്ലോ അല്ലേ, നമ്മൾ ബേബി ബ്രീത്ത് ഫ്ലവറാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അത് പഴയ ബുക്കിൽ വെച്ചിട്ട് കുറച്ച് ദിവസം ഇങ്ങനെ പ്രസ്ഡ് ആയിട്ട് ഈ ഒരു ബുക്കിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബുക്സൊക്കെ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നതാണ്. നെക്സ്റ്റ് വേണ്ടത് നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള വാഷി ടൈപ്സ് ആണ്. അത് നമുക്ക് വിൻറ്റേജ് വാഷി ടൈപ്സ് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗോൾഡൻ ഫിനിഷ് വരുന്നതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഗോൾഡൻ ഫിനിഷ് വരുന്ന ഇടയിൽ യൂസ് ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു തിളക്കം ഉണ്ടാവില്ലേ, അതുണ്ടാകുമ്പം കുറച്ചും കൂടെ ഭംഗിയാണ് ഫ്രെയിം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫോട്ടോയ്ക്ക് വെക്കുമ്പം അതിൻ്റെ കോർണറിലായിട്ട് വെച്ച് കൊടുക്കുക. അതുപോലെ നമ്മുടെ ഈ ഒരു ഫ്രെയിമിൻ്റെ ഉൾഭാഗത്ത് ഫില്ല് ചെയ്യാനാണെങ്കിൽ ടോപ്പിലൊക്കെ നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാഷി ടേപ്സ് നമ്മുടെ ഫോട്ടോയ്ക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ സെലക്ട് ചെയ്തിട്ട് അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫ്രെയിം ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. സോ ഇതിൻ്റെ പുറത്തൊക്കെ നമ്മൾ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ട് കോർണറിലായിട്ട് ബട്ടർഫ്ലൈസിനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെറിയ സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഡ്രൈ ഫ്ലവേഴ്സ് പുറത്തും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഗ്ലാസിൻ്റെ പുറത്തായിട്ട് വാഷി ടാപ്സ് യൂസ് ചെയ്തിട്ട് ഡ്രൈ ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫ്രെയിം ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് വിൻറ്റേജ് കാർഡും അതുപോലെ തന്നെ വിൻറ്റേജ് രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഫ്രെയിം പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് ഒരു ഓർഡർ വന്നപ്പോൾ നമ്മളതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നെക്സ്റ്റ് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വിൻറ്റേജ് രീതിയിൽ പാക്കിംഗ് ചെയ്യുന്നതും അതുപോലെ വിൻറ്റേജ് കാർഡും ഒക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നെക്സ്റ്റ് വീഡിയോ. സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക്